നോൺസെൻസ് എന്ന സിനിമയ്ക്ക് ശേഷം MC ജിതിൻ സംവിധാനം ചെയ്യുന്ന നസ്രിയ നസീമും ബേസിൽ ജോസഫും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള സൂക്ഷ്മദർശിനി എഴുത്തിൻ്റെ മികവ് കൊണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്നൊരു സിനിമയാണ്. ആളുകളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പരിപാടി അത്ര മനോഹരമായിട്ട് ചെയ്യണം എന്ന് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മൈക്രോബയോളജി പഠിച്ച ഒരു ഹൗസ് വൈഫിൻ്റെ മൈക്രോ ഒബ്സർവേഷനുകൾ അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ലിബിൻ TBയും അതുൽ രാമചന്ദ്രനും ചേർന്ന് എഴുതിയ കഥയ്ക്ക് ഒരു റിയൽനെസ് ഉണ്ട്. ഇതിലെ കഥാപാത്രങ്ങളുടെ പരിചയക്കുറവ് കാരണം ലഭിക്കുന്ന നർമ്മത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള സിനിമ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വളരെയധികം ഗ്രിപ്പിങ്ങും ആവുന്നുണ്ട്. ത്രില്ലറാണ്. അതിൻ്റെ മേന്മ പറയണമെങ്കിൽ അല്പസ്വല്പം സ്പോയിലർ ഇല്ലാതെ പറയുക ബുദ്ധിമുട്ടാണ്. സോ സ്പോയിലർ അലേർട്ട്. പ്രിയദർശിനി AKA പ്രിയ ആണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. സ്വന്തം കുടുംബത്തോടൊപ്പം താമസിക്കുന്ന പ്രിയയ്ക്ക് ആ കോളനിയിൽ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും തിരിച്ചു ജോലിക്ക് കയറുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലവിൽ പ്രിയ ജീവിക്കുന്നത്. ആ കോളനിയിൽ നിന്ന് വളരെ പണ്ട് താമസം മാറിപ്പോയ മാനുവലും അയാളുടെ അമ്മ ഗ്രേസിയും ഏറെ നാളുകൾക്ക് ശേഷം അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. മാനുവൽ അവിടെയുള്ള എല്ലാവരോടും വളരെ സൗമ്യനായിട്ടാണ് പെരുമാറിയതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാളുടെ അമ്മ മിസ്സിംഗ് ആവുകയും പിന്നീട് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നൊരു സാഹചര്യം വന്നപ്പോൾ മുതൽ പ്രിയ മാനുവലിനെ ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ കാണാൻ തുടങ്ങി. സ്വമേധയാ പ്രിയ നടത്തുന്ന അവളുടെ അയൽക്കൂട്ടത്തിലെ സുഹൃത്തുക്കളുടെ സഹായത്തോടെയുള്ള രഹസ്യ അന്വേഷണവും അതിൻ്റെ കോൺസിക്വൻസുകളും ഒക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഏതൊരു നല്ല സിനിമയും പോലെ എഴുത്ത് തന്നെയാണ് ഈ ഒരു ത്രില്ലറിനെ അവസാനം വരെ പിടിച്ചിരുത്തുന്ന ഒന്നാക്കി മാറ്റുന്നത്. പൂർണ്ണമായും പ്രിയയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് വരുന്ന ഒരു നെറേറ്റീവ് അല്ല സൂക്ഷ്മദർശിനി ഫോളോ ചെയ്യുന്നത്. മാനുവൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതുകൊണ്ട് പ്രിയ നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യം എങ്ങനെ ക്രാക്ക് ചെയ്യും എന്നറിയാനാണ് പ്രേക്ഷകരായ നമ്മൾ കാത്തിരിക്കുന്നത്. ഓരോ വിചിത്രമായ കാര്യങ്ങൾ ഇതിലെ പല കഥാപാത്രങ്ങളും ചെയ്യുന്നത് എന്തിനു വേണ്ടി ആയിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ തിരക്കഥ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു പരിധിവരെ പ്രിയയും നമ്മളും ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഈ ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിലാണ് സത്യം പറഞ്ഞ സ്ക്രിപ്റ്റിൻ്റെ വിജയം. വളരെ സട്ടിലായിട്ടും സ്മാർട്ടായിട്ടുമാണ് ഡീറ്റെയിലുകൾ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ കൺവേ ചെയ്യുന്നത്. കിഷ്കിന്ധാ കാണ്ഡത്തിൽ അപർണ ഏത് രീതിയിലാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്, അതുപോലെയാണ് ഇവിടെ പ്രിയയും ലിമിറ്റഡ് റിസോഴ്സുകൾ ഉപയോഗിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. പ്രേക്ഷകരായ നമ്മളും ആ ഇൻഫർമേഷനുകൾ ഉപയോഗിച്ച് നമ്മുടേതായ ഊഹങ്ങളിലേക്ക് പോകുന്നു. ഏതാണ്ട് 2 മണിക്കൂറിനടുത്ത് എത്തുന്ന സമയത്ത് ഒരു കഥാപാത്രത്തെ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് അത്രയും നേരം നമ്മൾ ബിൽഡ് ചെയ്ത നമ്മുടെ നെറേറ്റീവ് ജിതിനും എഴുത്തുകാരും കൂടെ പൊളിച്ചു കളയുകയാണ്. പക്ഷെ ആ ഒരു പോയിന്റ് തൊട്ട് വലിയ പ്ലാനിന്റെ ഓരോരോ ലെയറുകൾ മെല്ലെ മെല്ലെ പൊളിച്ച് നമുക്ക് കാണിക്കുന്നിടത്താണ് ഈ സിനിമ ഒരു വിജയമായി മാറുന്നത്. അധികമായി കുടിച്ച ഒരു ഗ്ലാസ് ജ്യൂസ് അടക്കം നമ്മളെ ബോദർ ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് ലൂസ് എൻഡുകളെ കൺവിൻസിങ് ആകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സിനിമയ്ക്ക് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാൻ പറ്റാത്ത പ്രിയ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകളെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ നസ്രിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കഥാപാത്രം സ്വന്തം സ്പേസിൽ നിന്നുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോഴുള്ള അഭിനയം വളരെ സ്വാഭാവികമാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ, ഫോർ എക്സാമ്പിൾ മാനുവലിൻ്റെ പെങ്ങളോട് ന്യൂസിലാൻഡിനെ പറ്റിയൊക്കെ ചോദിക്കുന്ന സീനിൽ അഭിനയം മനഃപൂർവ്വം ലൗഡാക്കുന്നത് പോലെ തോന്നി. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ബേസിൽ ജോസഫിൻ്റെ യാത്ര തുടരുന്ന കാഴ്ചയാണ് സൂക്ഷ്മദർശിനിയിലും കാണാൻ സാധിക്കുന്നത്. മാനുവലായിട്ട് ബേസിൽ ജോസഫ് തൻ്റെതായ ശൈലിയിൽ ഒരു ഷമ്മിയെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് മുമ്പേ ചെയ്തിട്ടുള്ള ജയഹയിലെ രാജേഷിനെ പോലെ ആവാതിരിക്കാൻ ബേസിൽ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അത്യാവശ്യം സ്ക്രീൻ ടൈം ഉള്ള ഒരു നല്ല ക്യാരക്ടർ മെറിൻ ഫിലിപ്പിന് സിനിമയിൽ ലഭിച്ചിട്ടുണ്ട്. പ്രേമലുവിൽ ഉണ്ടായിരുന്ന അഖില ഭാർഗവൻ, ആവേശത്തിൽ കണ്ടിരുന്ന പൂജ മോഹൻരാജ്, ഇവരെ രണ്ടുപേരെയും പ്രിയയുടെ അന്വേഷണത്തിലെ സഹായികളായിട്ട് സിനിമയിൽ കാണാം. ഈ 2 കഥാപാത്രങ്ങളെ ഹ്യൂമർ സൃഷ്ടിക്കുന്നതിന് ഫലപ്രദമായി MC ജിതിൻ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രിയയുടെ ഭർത്താവിൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ളത് ദീപക് പറമ്പോലാണ്. മാനുവലിൻ്റെ അമ്മ ഗ്രേസിയായി മനോഹരി ജോയ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മാനുവലിൻ്റെ കസിനായിട്ട് വന്നിട്ടുള്ളത് സിദ്ധാർത്ഥ് ഭരതനാണ്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളിൽ അദ്ദേഹത്തെ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ആ കാസ്റ്റിംഗ് രസകരമായിരുന്നു. സിനിമയുടെ 2ാം പകുതിയിൽ സ്ത്രീ CIDകൾ ഓരോരോ വീട്ടിലിരുന്നാണ് കേസ് അന്വേഷണത്തിൻ്റെ ഡിസ്കഷൻ നടത്തുന്നത്. മാനുവലിൻ്റെ വീടിൻ്റെ ചുറ്റിലും ഇരുന്ന് ഇവർ ഡിസ്കഷൻ ചെയ്യുന്നത് കൊണ്ടാവണം എഡിറ്റർ ചമൻ ചാക്കോ ഇടയ്ക്കിടയ്ക്ക് കോളനിയുടെ ഏരിയൽ ഷോട്ട് കാണിച്ച് ഓരോ വീട് എവിടെയാണ് എന്ന് പ്രേക്ഷകൻ്റെ മനസ്സിൽ പതിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫൈനൽ ആക്ടിലേക്ക് വരുമ്പോഴും എഡിറ്റിംഗ് വളരെ സ്മൂത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇൻ്റർ കട്ടുകൾ ഉപയോഗിച്ച് പ്രിയക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാകുന്ന സീനൊക്കെ വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സീനുകളിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മികച്ചതായിരുന്നു. തുടക്ക ഭാഗങ്ങളിൽ വളരെ കൺവിൻസിങ് ആയിട്ട് ആളുകളെ കഥയിൽ ഇൻട്രസ്റ്റഡും ഡിസ്ട്രാക്റ്റഡും ആക്കി നിലനിർത്തിയ തിരക്കഥയുടെ മികവ് കൊണ്ട് ഫൈനൽ ആക്ട് വളരെയധികം എക്സൈറ്റിംഗ് ആയി എക്സിക്യൂട്ട് ചെയ്ത ഒരു ത്രില്ലറാണ് സൂക്ഷ്മദർശിനി. സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ചില ലൂസ് എൻഡുകളും സിനിമാറ്റിക് ലിബർട്ടിയും ഒക്കെ സിനിമയുടെ ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോൾ വൃത്തിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പ്രഥമ ദൃഷ്ട്യാ നമ്മളെ ചുമ്മാ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പ്ലേസ് ചെയ്തതാണെന്ന് തോന്നുന്ന പല സാധനങ്ങളും നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ അതിനെല്ലാം ഒരു പർപ്പസ് ഉണ്ട് എന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് സൂക്ഷ്മദർശിനി ഒരുക്കിയിട്ടുള്ളത്.